കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് 33 കോടി രൂപ കടമുണ്ടെന്നാണ്. 33 കോടി രൂപ കടം. വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുടുംബ പ്രശ്നങ്ങൾ പറയുന്ന വെള്ളച്ചീട്ടാണ് അല്ലേ? അതായത് കടവൻ്റെ ഒരു പരീക്ഷക്കാർക്ക് കുങ്കുമ നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള ചീട്ടായിരിക്കും. +1കാർക്ക് +2കാർക്ക് നീല നിറമുള്ള ചീട്ടാണ്. ആ ചീട്ട് കടം പറയാം വിഷയം. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ്. വെള്ളച്ചീട്ട് വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 33 കോടി രൂപ കടമാണ്. അപ്പോൾ അത് മാത്രം എഴുതിയിട്ടാണ് എൻ്റെ അടുത്ത് 33 കോടി രൂപ കടം. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇത് എന്താണിത് പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നടക്കേണ്ട സ്വാഭാവിക സൊല്യൂഷനാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഡിവൈൻ സൊല്യൂഷനാണ്. അയാൾക്ക് വേണ്ടത് മാനുഷിക സൊല്യൂഷൻ അല്ലേ വേണ്ടത്. അപ്പോൾ അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന് എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് പറയണ മുമ്പ് നമ്മളത് ചോദിക്കുമല്ലോ. അത് ചിലത് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 32 കോടി രൂപയുടെ ഓർഡറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി വരെ സ്കോഷായി പോയി, സ്മാഷ്. അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക്ഡൗൺ ആയി. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു മെയിൽ അയാൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു. നിങ്ങളെ റിജക്റ്റ്, നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണം, അത് ജോലിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി. ഉൽപ്പന്നത്തിൽ മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ ഖത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത്. അപ്പോൾ 33 കോടി രൂപ കടവായി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അതിന് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയി വെച്ചാന്ന് പറഞ്ഞത്, ആ കമ്പനിയും പോയെന്ന്, നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ്. അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും, അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം. കാര്യം തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ അങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം. ഇങ്ങനെ ഈ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആരോടാണ് പറയണത്, എന്താണ് പറയണത്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം. ഇനി പറയുന്ന രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുമായിട്ടാണ്? നിങ്ങളുടെ വിഷയം, ജോലി പോയെന്ന ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, എഴുതിയെല്ലാം തെറ്റാന്ന് നിങ്ങൾക്കറിയാം. അത് തെറ്റാണല്ല ഇതിൻ്റെ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ. അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റിൽ വരണം, നേരെ തിരിച്ച് വരണം. കട്ടെടുത്ത് വരിക എന്ന് പറയില്ല, അതുപോലെ എന്താണ് വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് ദൈവവുമായിട്ട് ബന്ധം. ഉടമ്പടിയിലെ ഫോർമുല എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഉള്ളത്, വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ്. അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്തുതിച്ച് പറച്ച് തല്ലി വീഴണ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളില്ല. എന്നാൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കാര്യം ആ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും, നിങ്ങൾക്ക് കേട്ട് സ്തുതിച്ച് പറച്ച് തല്ലി വീഴണമെന്ന്. ഇവിടെ വീഴാൻ സമയത്ത് വീണ്ടും കഴിഞ്ഞാൽ അപ്പോൾ അത് പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കുക, അതേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ, ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം. കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും. കൃപാസന ഒരു ആധ്യാത്മികമായി കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ട് ഒരു ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കി ഇന്ന് അളിയൻ വരും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും, സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക്, നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാവില്ല ഉടമ്പടി ധ്യാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെറ്റി വിചാരിച്ചോ. വീട്ടിൽ ഉള്ളവർ പിടിച്ച് നിർത്തും. അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളതിനാൽ അവർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല, മാനുഷികവും കുടുംബപരമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിനടുത്ത് വരികയും അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്താ കാര്യം? നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വന്ന് ദൈവവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്ത തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് വരും. തന്തമാർ തന്നെ നമ്മുടെ തന്തയ്ക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ കേട്ട് അതൊക്കെ അക്കൗണ്ടിലാക്കി വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും.
വീണ്ടും ഒരു പോയിന്റ് ഉണ്ടാക്കും. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്, ഇതൊരു യുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് ദൈവവുമായിട്ട് ഒരു പ്രേസൻ. എന്താണെന്നറിയാമോ, ദൈവത്തിന് ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ, ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം റിപ്പോർട്ട്, അപ്പോൾ മാത്രമേ പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായി, നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂലായി, നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ അതാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വലിയപ്പന്മാരൊക്കെ എന്നെ രൂക്ഷമായി നോക്കുന്നത് വല്ല തെറിയല്ലോ ആയിരിക്കും അത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരുമ്പോഴേ അത് ദൈവം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒരു എഡ്ജിലാണ്, അറ്റത്താണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും. നമ്മൾ അവിടെയാണ് പ്രശ്നം. നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കണ കാണിക്കും. കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് തിരിച്ച്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോസസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ദൈവം പറഞ്ഞു, മോസസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, ഐ നോ ഹിം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കേട്ടെ, പുറപ്പാട് 33:17 എന്താ പറയണേ? കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇതാണ് പ്രശ്നം. നീ എൻ്റെ പ്രീതി നേടുക എന്ന് മരപ്പെട്ടിക്കും പറ്റും. പക്ഷേ അവസാനം പറയുന്നത് ഇത്തിരി പെസകാണ്. എന്താണ്? നിന്നെ എനിക്ക് ഫോർ ഗുഡ് ഓർ ബാഡ്, നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ മോസസിനെ കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ്. അതാ വിഷയം. നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ മക്കളെ, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റാണ്. അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം, പിന്നെ എന്താണ്? ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണേ. മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവൻ ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ്, ജനങ്ങളോടുള്ള കൂറ്, ദൈവത്തോടെ കൂറ്. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഒരിക്കൽ മോസസ് സീനായി മലമുകളിലേക്ക് പോയി, പിന്നെ കാണാണ്ടായി. 5-6 ദിവസത്തെക്കുറിച്ച് മോസത്തിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ. അപ്പോൾ കുറേ ജനങ്ങൾ പറഞ്ഞ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം. കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം. ദൈവത്തിൻ്റെ ഭരണകക്ഷി ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല, എന്നിട്ട് ഉണ്ടാക്കിയ ഇവിടെ ചോദിക്കും, എടി ഞാൻ വേല എടുത്തിട്ടാണ് കഞ്ഞി വെക്കണത്, അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല. അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം. അവനവരോണ്ട അത് എന്തെങ്കിലും ഈടറ വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ. നീ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹിച്ചിട്ട് സാക്ഷ്യം അത് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല, ഉപദ്രവം ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കും ഉടനെ. ആങ്ങളെയാകാം, ചിലപ്പോൾ അയൽവാസിയാകാം, അപ്പനാകാം, അമ്മയാകാം, എല്ലാവരും വരും, രംഗത്ത് വരും. അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കും, അറിയത്തില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണം. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം. ഇതെല്ലാം പോയിൻറ്റ്സ് ആയിട്ട് മാറും. പോയിൻറ്റ്സ് ആയിട്ട് മാറി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട, ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ, അത് ദൈവാനുഭവത്തിന് വേണ്ടി എന്നെ, മനസ്സിലായില്ലേ? ഉടമ്പടി പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിലെ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പോലെ സ്നേഹിതനെന്ന പോലെ ഈശോയോട് സംസാരിക്കുവാൻ യാത്രയിലൂടെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ മോസസിനോട് ദൈവം എന്താ പറഞ്ഞത്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതെന്താ അറിവെന്ന് പറയുന്നത്? വല്ലാത്ത ഒരറിവാണ്. ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവ്, അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ ഒരു നിയോഗം എന്ന് പറയുന്നത്. കർത്താവേ, എന്നെക്കുറിച്ച് നല്ലതറിയാൻ, നന്നായി അറിയാൻ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ. അപ്പോൾ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, ഇതൊക്കെ നിസ്സാരമാണ്. ഞാൻ ആ മനുഷ്യൻ്റെ കാര്യം 33 കോടി രൂപ കടമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? നിങ്ങളുടെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അച്ഛാ, അത് കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി, അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി. അത്രയാണ് ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഖത്തറിൽ നിന്ന് വിളി വന്നു. എന്താണ്? നിങ്ങളുടെ ഓർഡർ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണം എന്ന്. ഉടമ്പടിയിലൂടെ സമയബന്ധിതമായിട്ട് നന്ദി പറയും. ആ മനുഷ്യൻ അപ്പം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അതെന്താ പ്രശ്നം വെച്ചാൽ അത്രയും സ്പീഡാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത്രയും സ്പീഡാണ്. പൂട്ടിയ കമ്പനി വീണ്ടും തുറപ്പിച്ച് നഷ്ടപ്പെട്ട ഓർഡർ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ല, ഒരു വിഷയം കഴിഞ്ഞിട്ട് പോയി ഇനി അടുത്ത വിഷയം വരുമ്പോൾ ദൈവത്തോട് ഇടപെടാം. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി, നമ്മൾ സാക്ഷ്യം പറഞ്ഞു പോയി, ഇനി അടുത്ത വിഷയം, എന്നിട്ട് പിന്നെ ലോകത്താനായിട്ട് ജീവിക്കും. എന്നിട്ട് പിന്നെ അവസാനം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയും, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയും. നിനക്കെന്താണ്? അന്ന് അടങ്ങുന്നവൻ അപ്പൻ. അതാണ് പ്രശ്നം. അതായത് ഈ വിഷയം വെച്ചാണ് നീ എന്നോട് അടുത്ത് വരണത്. നിനക്ക് ഞാനല്ല പ്രശ്നം, വിഷയമാണ് പ്രശ്നം. വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. ഉടമ്പടിയിൽ എപ്പോഴും വരണ വിഷയം, ദൈവം ഒരു ഉടമ്പടി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഉടമ്പടിയുടെ ഭാഗമാക്കാൻ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ്? ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് സാഹചര്യത്തിൽ സമ്മർദ്ദം തന്നിട്ട് അത് ഉടമ്പടി വിഷയമാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി സംഭവിക്കുന്നു.